ഇത് തെരഞ്ഞെടുപ്പ് കാലം. വിവിധ മുന്നണികളിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും സ്ഥാനാർത്ഥികളും നമ്മുടെ സ്ഥാപനങ്ങളും വീടുകളും കയറിയിറങ്ങി മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകുന്ന നാളുകൾ. വോട്ട് ചോദിക്കാനും സുന്ദര വാഗ്ദാനങ്ങൾ നൽകാനും നമ്മുടെ അരികിലേക്ക് അവർ എത്തുമ്പോൾ നട്ടെല്ലുയർത്തിപ്പിടിച്ച് നമ്മളും ചോദിക്കണം ചില ചോദ്യങ്ങൾ അവരോട്. ഈ ഇലക്ഷൻ കാലത്ത് ക്രൈസ്തവ സമൂഹം 3 മുന്നണികളുടെ നേതൃത്വ നിരയോടും സ്ഥാനാർത്ഥികളോടും നിർബന്ധമായും ചോദിച്ചിരിക്കേണ്ട ചില ചോദ്യങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഈ നാളുകളിൽ. ന്യൂനപക്ഷ ക്ഷേമത്തിനു വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികളുടെ നടത്തിപ്പ് ചുമതല സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനാണല്ലോ. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് നടപ്പിലാക്കുന്ന ഒട്ടുമിക്ക പദ്ധതികളുടെയും ഉപഭോക്താക്കൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ്. നിങ്ങൾ അധികാരത്തിലെത്തിയാൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും തുല്യനീതി നടപ്പാക്കാൻ തയ്യാറാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറാണോ? മുസ്ലിം വിഭാഗത്തിന് പുറമെയുള്ള മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്ന കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ കേരളം ഇപ്പോൾ നടപ്പിലാക്കുന്നത് 80-20 അനുപാതത്തിലാണ്. അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങളുടെ 80, മറ്റ് 5 മതവിഭാഗങ്ങളിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടി ആനുകൂല്യങ്ങളിൽ ബാക്കി വരുന്ന 20 മാത്രം. ഈ അനുപാതം തീരുമാനിച്ചിരിക്കുന്നത് ഏതെങ്കിലും സർക്കാർ ഉത്തരവിന്റെയോ മന്ത്രിസഭാ തീരുമാനത്തിന്റെയോ അടിസ്ഥാനത്തിൽ അല്ല എന്നറിയുമ്പോഴേ സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് മുസ്ലിം മതവിഭാഗത്തിൽപ്പെടാത്ത മറ്റ് ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന വിവേചനത്തിന്റെ ആഴം മനസ്സിലാവും. കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അനൌദ്യോഗികമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ മാത്രം നിലവിലുള്ള തീർത്തും അനീതിപരമായ ഈ തെറ്റായ അനുപാതം തിരുത്തി എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യനീതിക്ക് അനുസൃതമായ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ അനുപാതം പുതുക്കി നിശ്ചയിക്കുവാൻ അധികാരത്തിലെത്തിയാൽ നിങ്ങൾ മുൻകൈയെടുക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുമോ? കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ PSC, UPSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് വേണ്ടി 17 കേന്ദ്രങ്ങളും 20 ഉപകേന്ദ്രങ്ങളും സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ടല്ലോ. ഈ സ്ഥാപനങ്ങളിലെ 20% സീറ്റുകൾ മാത്രമാണ് മുസ്ലിം ഒഴികെയുള്ള മറ്റു ന്യൂനപക്ഷങ്ങളിലെ കുട്ടികൾക്കായി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ മുസ്ലിം സമുദായത്തിന്റെ ആരാധനാലയങ്ങളോട് ചേർന്നുള്ള കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവിടെ പോയി പഠിക്കുക എന്നത് മറ്റു സമുദായത്തിലെ ഭൂരിഭാഗം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരവും അപ്രായോഗികവുമാണ്. അതിനാൽ മുസ്ലിം സമുദായത്തിന് നൽകിയതിന് ആനുപാതികമായി ക്രൈസ്തവർക്കും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഇത്തരം പ്രത്യേക പഠന കേന്ദ്രങ്ങൾ അനുവദിച്ചു തരാൻ അധികാരത്തിലെത്തിയാൽ തയ്യാറാണോ? ക്രൈസ്തവർ അടക്കമുള്ള മറ്റു ന്യൂനപക്ഷങ്ങളുടെ തീർത്തും നീതിപൂർവമായ മേലെ പറഞ്ഞ ആവശ്യങ്ങളോട് 3 മുന്നണികളും എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ കാത്തിരിക്കുകയാണ് നല്ലൊരു വിഭാഗം ക്രൈസ്തവ വോട്ടർമാർ.